ബിഗ് ബോസ് മലയാളം സീസൺ 7 11ാമത്തെ ആഴ്ചയിലെ എവിക്ഷൻ ലിസ്റ്റിൽ വന്ന മത്സരാർത്ഥികൾക്ക് കിട്ടിയ ഒഫീഷ്യൽ വോട്ടിംഗ് നിലവാരം എത്രയാണെന്ന് ഈ വീഡിയോയിൽ പരിശോധിക്കുകയാണ്. ഇതുപോലെയുള്ള ലൈവ് എക്സ്ക്ലൂസീവ് വോട്ടിംഗ് അപ്ഡേറ്റുകൾ കൃത്യമായി ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 6 പേരാണ് ഇത്തവണ എവിക്ഷൻ ഉള്ളത്. അതിൽ ഒന്നാം സ്ഥാനത്തുള്ളത് ഷാനവാസാണ്. ഷാനവാസിന് 61,300 വോട്ടുകളാണ് കിട്ടിയിരിക്കുന്നത്. ഈ 61,300 വോട്ടുകൾ എന്ന് പറയുമ്പോൾ ഷാനവാസിൻ്റെ പ്രേക്ഷക പിന്തുണയിൽ കാര്യമായിട്ടുള്ള കുറവുകളൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുകയാണ്. കഴിഞ്ഞ 2 ആഴ്ച ഭയങ്കര നെഗറ്റീവായിരുന്നു ഷാനവാസ്, പക്ഷേ വോട്ടിനെ അത് ബാധിച്ചിട്ടില്ല. രണ്ടാം സ്ഥാനത്തുള്ള നൂറയ്ക്ക് കിട്ടിയിരുന്ന വോട്ട് 58,430 വോട്ടാണ്. നൂറയും ഈ പറഞ്ഞ പോലെ അത്യാവശ്യം നല്ല രീതിയിൽ സൈലൻ്റായിട്ട് ഗെയിം കളിക്കുന്ന ഒരാളാണ്. പക്ഷേ ആദില ഇത്തവണ എവിക്ഷൻ ഇല്ലാത്തത് കൊണ്ട് തന്നെ നൂറയ്ക്ക് ആദിലയുടെ വോട്ടും കിട്ടിയെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ടാണ് രണ്ടാം സ്ഥാനത്ത് തുടരുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള അക്ബറിന് കിട്ടിയിരിക്കുന്ന വോട്ട് 54,570 വോട്ടാണ്. അക്ബറും സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരു മത്സരാർത്ഥിയാണ്. ഈ അപ്പാനിയും അതുപോലെ തന്നെ റെന ഫാത്തിമയുടെ ഗ്യാങ്ങൊക്കെ പോയതിനു ശേഷം അക്ബർ കുറച്ചും കൂടി സ്ട്രോങ് ആയി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് വോട്ടിങ്ങിൽ കാണാനുമുണ്ട്. നാലാം സ്ഥാനത്തുള്ള ആര്യന് കിട്ടിയിരുന്ന വോട്ട് 51,230 വോട്ടാണ്. ആര്യൻ ജിസയിൽ പോയതിനു ശേഷം കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് കളിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. ലാസ്റ്റ് ടാസ്കിലൊക്കെ ആര്യമോഹിനിയായിട്ടൊക്കെ അഭിനയിച്ച് തകർത്തത് പ്രേക്ഷകരുടെ ഉള്ളിൽ ഒരുപാട് ഇഷ്ടം നേടിയെടുത്തു എന്ന് മനസ്സിലാക്കുന്നു. അതനുസരിച്ച് 4ാം സ്ഥാനത്തുണ്ട്. 5ാം സ്ഥാനത്തുള്ള ലക്ഷ്മിക്ക് 46,590 വോട്ടാണ്. ലക്ഷ്മി ഡേഞ്ചർ സോണിലാണ്. ലക്ഷ്മി ഈ ആഴ്ച ഏത് നിമിഷം വേണോ പുറത്ത് പോകാം എന്ന സിറ്റുവേഷനിലാണ്. കാര്യം വന്ന ആഴ്ച ഉണ്ടാക്കിയ ഇമ്പാക്റ്റ് പിന്നീട് അങ്ങോട്ട് തുടർന്നുകൊണ്ട് പോകുന്നതിൽ ലക്ഷ്മി പരാജയപ്പെട്ടു എന്നുള്ളത് ഒരു ഫാക്റ്റാണ്. ഏറ്റവും അവസാന സ്ഥാനത്തുള്ള നെവിന് കിട്ടിയിരുന്ന വോട്ട് 44,370 വോട്ടാണ്. നെവിനും ഈ പറഞ്ഞതുപോലെ അത്യാവശ്യം സ്ട്രോങ് ആയിട്ടുള്ള മത്സരാർത്ഥിയാണ്. ഇത്തവണ 6 പേരും എവിക്ഷന് വന്ന 6 പേരും സ്ട്രോങ് ആണ്. പക്ഷേ നെവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നെവിന് ന്യൂട്രലായിട്ട് ഒരുപാട് പേർക്ക് നെവിന് ഇഷ്ടമാണെങ്കിലും നെവിന് വേണ്ടി ഒരു പ്രത്യേക ആർമിയോ അല്ലെങ്കിൽ നെവിന് വേണ്ടി ഡൈ ഹാർഡ് ഫാൻ ബേസോ നിലവിൽ ഇതുവരെ ഈ ബിഗ് ബോസ് വീട്ടിൽ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ ആഴ്ച പുറത്താവാൻ പോസിബിലിറ്റി കൂടുതൽ നെവിൻ അല്ലെങ്കിൽ ലക്ഷ്മി ആയിരിക്കുമെന്നാണ് നിലവിലത്തെ ഒഫീഷ്യൽ വോട്ടിംഗ് അപ്ഡേറ്റുകൾ കൃത്യമായ രീതിയിൽ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്.